ഇന്നത്തെ എപ്പിസോഡിൽ ടച്ചിങ് ആയ ഒരു സംഭവമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അനീഷിനെ അടിച്ച് താത്തുന്ന മിത്രമേ എന്ന് പറഞ്ഞ ശത്രുതയിൽ കൊണ്ട് നടക്കുന്ന ഷാനവാസ് ഇന്ന് അനീഷിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുകയാണ്, അനീഷിന് ഇവിടെ ആര് സേവ് ആകണമെന്നാണ് ആഗ്രഹം. എവിക്ഷൻ പ്രക്രിയയാണല്ലോ. അപ്പോൾ അനീഷ് പറയുന്ന പേര് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഷാനവാസിനാണ്. കാരണം ഷാനവാസിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, കുറേ ദിവസം ഇവിടെ നിൽക്കണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹമുണ്ട്. മാത്രമല്ല ഷാനവാസിന് ഒരുപാട് സിനിമകൾ ചെയ്യണം, തിരക്കഥ എഴുതണം, തമിഴിലൊക്കെ നല്ല റോള് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഷാനവാസ് സേവായി ഇവിടെ നിൽക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഇത് അനീഷ് പറയുമ്പോൾ വളരെ ആത്മാർത്ഥതയിൽ പറയുമ്പോൾ ഷാനവാസിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഇതേ ചോദ്യം ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയാം, എനിക്കിവിടെ സേവ് ആണെന്ന് ആഗ്രഹം അനുമോളാണ്. എന്താണ് ഷാനവാസിൻ്റെ ഷാനവാസിന് ഇന്ന് മൊത്തത്തിലേ കിളി പോയ ഒരവസ്ഥയായിരുന്നു. അതായത് ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഷാനവാസിന് ഇവിടെ ആര് സേവ് ആണെന്ന് ആഗ്രഹം. ഷാനവാസ് എല്ലാവരും ചുറ്റും നോക്കി, എനിക്ക് അനുമോളാണ് ലാലേട്ട. അയ്യോ പിന്നെ ഞാൻ അനീഷിൻ്റെ പേരെന്തേ പറയാഞ്ഞത്, അനീഷ് ഷാനവാസിൻ്റെ പേരാണല്ലോ പറഞ്ഞത്, എന്തേ അനീഷിൻ്റെ പേര് പറയാത്തതെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത്, അയ്യോ അനീഷിൻ്റെ പേര് മാറ്റി നിർത്തിയാണോ പറയേണ്ടതെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താണ് ഷാനവാസിൻ്റെ അസൽ ഉടായ്പാണ്. ഷാനവാസിന് റെഡിക്ക് അനീഷിനോട് ഒരു താല്പര്യമില്ല എന്നുള്ളതാണ്. ഒരു ഇരട്ടത്താപ്പ് കളിയാണ് ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എന്നുള്ളത് നമ്മുടെ ജിഷൻ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ ഷാനവാസ് അനീഷിൻ്റെ പേര് അവിടെ പറയണം. താല്പര്യം ഇല്ലെങ്കിലും അനീഷിൻ്റെ പേര് അവിടെ പറയണം. കാരണം എന്നാലേ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രീതി നേടാൻ പറ്റൂ. അനീഷ് ഷാനവാസിൻ്റെ പേര് പറഞ്ഞിട്ട് ഷാനവാസ് നേരെ അനുവിൻ്റെ പേര് പറഞ്ഞാൽ എന്താണ് അവിടെ? എന്തായാലും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക.